KSRTC ബസ്സിടിച്ച് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ചടയമംഗലം ഡിപ്പോയിലെ ബസ് ഡ്രൈവർ ആർ ബിനുവിനെയാണ് കോർപ്പറേഷൻ അന്വേഷണത്തിന് ശേഷം പുറത്താക്കിയത്. MC റോഡിൽ കൂരിയോട് നെട്ടേത്തറയിലാണ് അപകടമുണ്ടായത്. പുനലൂർ തൊളിക്കോട് തലയംകുളം വിഘ്നേശ്വരത്തിൽ അജയ്കുമാറിന്റെയും ബിന്ദുവിന്റെയും മകൾ 20 വയസ്സുള്ള ശിഖ, പുനലൂർ കക്കോട് അഭിനന്ദനത്തിൽ സൈനിക ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത് ആർ നായരുടെയും ലക്ഷ്മിയുടെയും മകൻ 19 വയസ്സുള്ള അഭിജിത്ത് എന്നിവരാണ് മരിച്ചത്. പുനലൂരിൽ നിന്ന് ശിഖയെ കോളേജിൽ കൊണ്ടുവിടുന്നതിനാണ് അഭിജിത്ത് എത്തിയത്. ചടയമംഗലം KSRTC ഡിപ്പോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് അതേ ദിശയിൽ പോയ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബസിന്റെ ടയർ തലയിൽ കയറിയിറങ്ങി ശിഖ തൽക്ഷണം മരിച്ചു. കടക്കലിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ അഭിജിത്തും മരണപ്പെട്ടു. അപകടകരമാം വിധം ഡ്രൈവർ ബസ് ഓടിച്ചെന്നാണ് കുറ്റപത്രം. CCTV ദൃശ്യങ്ങളും തെളിവായി. ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ കുടുംബത്തിന്റെ തീരുമാനം. KSRTC വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ബിനുവിനെ പുറത്താക്കിയതായി ഉത്തരവിറക്കിയിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90%, വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല, വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.